മുഗൾ ചക്രവർത്തിയായ അക്ബറിന് എന്റെ വിനീതമായ പ്രണാമം. ഞാൻ അങ്ങയെ വന്ദിക്കുന്നു. എന്റെ പേര് അബ്ദുൽ ഖാദർ എന്നാണ്. അങ്ങയുടെ ഈ വലിയ സാമ്രാജ്യത്തിൽ വസിക്കുന്ന ഒരു എളിയവനാണ് ഞാൻ. വർഷങ്ങളായി ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് സമ്പാദിച്ച എന്റെ പണം മുഴുവനും ഒരാൾ വന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയി ചക്രവർത്തി. അങ്ങയ്ക്കു മാത്രമേ ഇതിനൊരു ന്യായം പറയാൻ കഴിയൂ ചക്രവർത്തി തിരുമനസേ. പ്രിയപ്പെട്ട ഖാദർ, ആദ്യം നടന്നത് എന്താണെന്ന് വിശദമായി പറയൂ. അപ്പോഴേ എന്തെങ്കിലും ചെയ്യാനാവും. തിരുമനസേ, കഴിഞ്ഞ വർഷം ഞാനും എന്റെ ഭാര്യയും മെക്കയിലേക്ക് തീർത്ഥാടനത്തിന് പോയി. എനിക്ക് അവകാശികൾ ആരും ഇല്ലാത്തതിനാൽ ഞാൻ എന്റെ സ്വത്ത് മുഴുവനും ഒരു ചെറിയ പെട്ടിയിലാക്കി എന്റെ കൂട്ടുകാരൻ മുഹമ്മദ് നസീബിനെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. കഴിഞ്ഞ മാസം ഞങ്ങൾ രണ്ടുപേരും തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങിയെത്തി തിരുമനസേ. കുറെ തവണ ചോദിച്ചിട്ടും മുഹമ്മദ് നസീബ് എന്റെ പെട്ടി എനിക്ക് തിരിച്ചു തന്നില്ല. അതുമാത്രമല്ല, ഞാൻ അയാൾക്ക് പെട്ടിയൊന്നും നൽകിയിട്ടില്ലെന്നും അയാൾ പറയുന്നു. ഞാൻ എന്താണ് ചെയ്യുക തിരുമനസേ? ഇതത്ര ശരിയല്ലല്ലോ. വിഷമിക്കേണ്ട ഖാദർ, വഴിയുണ്ടാക്കാം. നിങ്ങളുടെ സമ്പാദ്യം ഒരിക്കലും നഷ്ടമാവില്ല. ധൈര്യമായിട്ടിരിക്കും. പ്രശ്നങ്ങൾക്ക് ഉടനെ പരിഹാരം കണ്ടെത്താം. ആരവിടെ? അസ്സലാമു അലൈക്കും ഹുസൂർ. നാളെ രാജസദസ് കൂടുമ്പോൾ നസീബ് ഇവിടെ ഉണ്ടായിരിക്കണം. ഇതെന്റെ ആജ്ഞയാണ്. ശരി ഹുസൂർ. നന്ദി ചക്രവർത്തി, വളരെ നന്ദി. സ്നേഹധനനായ മുഗൾ സാമ്രാജ്യ ചക്രവർത്തി അക്ബർ മഹാരാജാവ്, നീതിമാനായ അക്ബർ ചക്രവർത്തി, മികവുറ്റ ഭരണാധികാരി എഴുന്നള്ളുന്നു. ബീർബൽ, ഈ പ്രശ്നത്തെക്കുറിച്ച് അന്വേഷിച്ച് ഒരു നേരായ തീരുമാനം നൽകൂ. ശരി ചക്രവർത്തി. അബ്ദുൽ ഖാദർ, എന്നാണ് നിങ്ങൾ ആ പെട്ടി നസീബിനെ ഏൽപ്പിച്ചതെന്ന് കൃത്യമായി പറയാൻ സാധിക്കുമോ? കഴിഞ്ഞ വർഷം ഷബാൻ മാസത്തിലെ 10-ാം ദിവസം. അതിന് എന്തെങ്കിലും തെളിവുണ്ടോ? ഇല്ല ഹുസൂർ. ഞാൻ അന്ന് മുഹമ്മദ് നസീബിന്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് മനോഹരമായ പൂന്തോട്ടത്തിൽ വെച്ചാണ് കണ്ടത്. അവിടെ വെച്ചാണ് ഞാൻ ആ പെട്ടി കൊടുത്തത് ഹുസൂർ. അതൊരു ഉച്ച സമയമായിരുന്നതിനാൽ അവിടെങ്ങും ആരും ഉണ്ടായിരുന്നില്ല. അതൊരു പൂന്തോട്ടമാണെന്ന് പറഞ്ഞല്ലോ. അവിടെ വല്ല മരമോ മറ്റോ ഉണ്ടായിരുന്നോ? ഉവ്വ് ഹുസൂർ, ഒരു വലിയ പ്ലാവ് നിൽപ്പുണ്ടായിരുന്നു. അതിന്റെ തണലിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഇരുവരും സംസാരിച്ചത്. കണ്ടോ, ഇതൊരു തെളിവാണല്ലോ. നിങ്ങൾ ഉടനെ പോയി ആ പ്ലാവ് ഇങ്ങോട്ട് കൊണ്ടുവരൂ. എനിക്കതിനെ കാണണമെന്ന് പറയൂ. എന്തു പറയുന്നു? ഹുസൂർ, ഒരു പ്ലാവ് എങ്ങനെയാണ് എനിക്ക് വേണ്ടി സംസാരിക്കുക? സത്യം തെളിയിക്കാനായി പ്ലാവെന്നല്ല, ഭൂമി പോലും നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കും. ധൈര്യമായി പോയിക്കോളൂ. നിങ്ങളുടെ സ്വത്ത് തീർച്ചയായും നിങ്ങൾക്ക് കിട്ടും. ഇതെന്റെ വാക്കാണ്. അങ്ങ് പറഞ്ഞതുപോലെ ഹുസൂർ. ഖാദർ ഇവിടെ നിന്ന് പോയിട്ട് 1 മണിക്കൂർ കഴിഞ്ഞല്ലോ. ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ഞാൻ പറയട്ടെ, ആ പൂന്തോട്ടം നമ്മുടെ സാമ്രാജ്യത്തിന്റെ അതിർത്തിയിലാണ്. അയാൾ പകുതി ദൂരം പോലും എത്തിയിട്ടുണ്ടാവില്ല. ഓ, അത് ശരി. നമുക്ക് നോക്കാം. ഹുസൂർ, ഹുസൂർ, അങ്ങ് എന്നോട് ചെയ്യാൻ പറഞ്ഞതൊക്കെ മരത്തിനോട് പറഞ്ഞു. പക്ഷെ അതെനിക്ക് ഒരു മറുപടിയും തന്നില്ല ഹുസൂർ. എനിക്കുള്ള ഒരേ ഒരു തെളിവും ഇപ്പോൾ ഊമയാണ് ഹുസൂർ. ഹുസൂർ, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? വിഷമിക്കേട്ട. നിങ്ങൾ വരുന്നതിന് മുൻപ് തന്നെ മരം ഇവിടെ വന്ന് സത്യം തുറന്നു പറഞ്ഞിരിക്കുന്നു. നസീബ്, ഇനിയും സത്യം മറച്ചു പിടിക്കാൻ ശ്രമിക്കരുത്. നിങ്ങളുടെ തെറ്റ് അംഗീകരിക്കണം. ഇല്ലില്ല, ഞാൻ നിഷ്കളങ്കനാണ്. ഇയാൾ എനിക്ക് ഒരു പെട്ടിയും തന്നിട്ടില്ല. ഒരു തെളിവും ഇല്ലാതെ വെറുതെ ഇയാൾ എന്നെ കുറ്റപ്പെടുത്തുകയാണ്. അപ്പോൾ ആ മരത്തിനടിയിൽ വെച്ച് നിങ്ങൾ ഖാദറിനെ കണ്ടിട്ടില്ലെന്നാണോ പറഞ്ഞു വരുന്നത്? അതെ. ഇയാളോട് സംസാരിച്ചിട്ടുമില്ല? ഇല്ല. അന്ന് ഖാദർ പെട്ടിയൊന്നും തന്നിട്ടുമില്ലേ? ഇല്ലേ ഇല്ല. അപ്പോൾ ആ മരം നമ്മുടെ സാമ്രാജ്യത്തിന്റെ അതിർത്തിയിലാണെന്ന് എങ്ങനെ നിങ്ങൾക്കറിയാം? അത് പിന്നെ ഞാൻ വെറുതെ... ഓ, ഇപ്പോഴും കുറ്റം സമ്മതിക്കുന്നില്ല അല്ലേ? മറ്റുള്ളവരുടെ കാര്യത്തിൽ താല്പര്യം കാണിക്കരുതെന്ന് ഒരു പഴഞ്ചൊല്ലുണ്ട്. അത് മറന്നുപോയോ? മറുപടി പറയോ?
മറ്റുള്ളവരുടെ കാര്യത്തിൽ താല്പര്യം കാണിക്കാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ? ഖാദറിന്റെ പെട്ടി ഉടൻ തന്നെ തിരിച്ചേൽപ്പിക്കോ, അല്ലെങ്കിൽ കഠിനശിക്ഷ ലഭിക്കുന്നതായിരിക്കും. ഞാൻ അത്യാഗ്രഹം കാണിച്ച് ഇങ്ങനെ പെരുമാറിയതാണ്. ഞാൻ ഉടനെ തന്നെ പെട്ടി തിരിച്ചേൽപ്പിച്ചു കൊള്ളാം. ഇന്ന് തന്നെ ഏൽപ്പിക്കാം. ഞാൻ എന്റെ ആ പെട്ടിയെക്കുറിച്ചും അതിലുള്ള പണത്തെക്കുറിച്ചും വല്ലാതെ ദുഃഖിച്ചിരുന്നു. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങളുടെ സഹായത്തോടെ എനിക്കത് തിരിച്ചു കിട്ടി. വളരെ നന്ദിയുണ്ട് ഹുസൂർ, വളരെ നന്ദി. ആഹാ, എത്ര ബുദ്ധിശാലിയാണ് നിങ്ങൾ! എന്തൊരു കൃത്യമായ അന്വേഷണം, എത്ര കൃത്യമായ വിധി നിർണയം! നിങ്ങളുടെ ബുദ്ധിയെ ഞാൻ അഭിനന്ദിക്കുന്നു ബീർബൽ. നമ്മുടെ ബീർബൽ നീളാൻ വാഴട്ടെ, നമ്മുടെ ബീർബൽ നീളാൻ വാഴട്ടെ, നമ്മുടെ ബീർബൽ നീളാൻ വാഴട്ടെ, നമ്മുടെ ബീർബൽ നീളാൻ വാഴട്ടെ.